ഗൈസ്, അപ്പൊ നമ്മള് സാമ്പാർ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പൊ നമ്മള് കഷ്ണങ്ങൾ എറിഞ്ഞ് വെച്ചപ്പോഴാട്ടോ ഓർമ്മ വന്ന വീഡിയോ എടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഇട്ട കഷ്ണങ്ങൾ ഇടാൻ പോവാണ്. ഉള്ളി, സവാള, പയറ്, തക്കാളി, കാരറ്റ്, കർമൂസ, ഉരുളക്കിഴങ്ങ്, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇടുന്ന. അതിലേക്ക് പരിപ്പും ഉപ്പും പൊടിയുമായിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇത്തിരി വെള്ളം വെച്ചെടുക്കും കേട്ടോ. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇത് മൂടി വെച്ച് വേവിക്കാം. 2 വിസിൽ വേവിക്കാം. നമുക്ക് സാമ്പാറിലേക്ക് അരയ്ക്കാനുള്ള തേങ്ങ വെക്കാം. വറുക്കാനായ സാധനങ്ങൾ നമുക്ക് ചേർക്കാം. വെളുത്തുള്ളി, ചീനുള്ളി, പിന്നെ കറിവേപ്പിലയും നല്ല ജീരകത്തിന്റെ പൊടി, ചെറിയ ജീരകം, ഉലുവ, ഒക്കെ എല്ലാം കൂടി നമുക്ക് നന്നായി വറുത്തെടുക്കുക. നമുക്ക് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് തേങ്ങയും വെളുത്തുള്ളിയും നമുക്ക് ഈ കൂട്ടങ്ങളൊക്കെ വെളിച്ചെണ്ണയ്ക്ക് ഇട്ട് മിക്സ് ചെയ്യാം. അരച്ചെടുത്തിട്ടുണ്ട്. നല്ല മണമുണ്ട്. നമുക്ക് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് അരിച്ചെടുക്കാം. നമുക്ക് സാമ്പാറിലേക്കായ വെണ്ടക്ക നമുക്ക് എരിഞ്ഞെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണയിൽ വെണ്ടക്ക വറുത്ത് വെച്ച് നമുക്ക് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സാമ്പാർ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വെണ്ടക്ക ഇട്ട് കൊടുക്കാം. വെണ്ടക്ക നമ്മൾ അതിലേക്ക് ചേർത്ത് നന്നായി ഇട്ടിടക്കാം. നമ്മൾ നന്നായി ചെയ്തിട്ടിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച അരപ്പ് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. നമുക്ക് അതിലേക്ക് വെള്ളം ചേർക്കാം. നമ്മൾ നന്നായി ഇളക്കിയെടുത്തിട്ടുണ്ട്. സാമ്പാർ നല്ലോണം തിളച്ചതിന് ശേഷം നമുക്ക് അകത്ത് ഒഴിക്കാം. കടുക് പൊട്ടിച്ചൊഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.